പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിലൊക്കെ പരാജയങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും പരാജയങ്ങൾ നമ്മളെയൊക്കെ തളർത്തിയിട്ടുണ്ടാകാം. ചിലരൊക്കെ അതിൽ നിന്ന് എഴുന്നേറ്റ് നടന്നിട്ടുണ്ട്. ചിലരൊക്കെ വീണ് പോയെടുത്ത് തന്നെ കിടന്നിട്ടുണ്ട്. ചിലർ വീണ് പോയെടുത്ത് കിടന്ന് മരിച്ചിട്ടുണ്ട്. 2016 ഇറങ്ങിയ ദ ഡ്രീം സെല്ലർ എന്ന ഒരു സിനിമയുണ്ട്. അതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഒരുപാട് പേർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തിട്ടുള്ള ആളാണ്. ആ മനുഷ്യൻ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക. ഈ സമയം ആ കെട്ടിടത്തിന് താഴെ ഒരുപാട് വാഹനങ്ങൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്, ഒരുപാട് മാധ്യമ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. അവർ ആ ആത്മഹത്യ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഒരാൾ പോലും അദ്ദേഹത്തിന് ആ ആത്മഹത്യയിൽ പിന്തിരിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. ഈ സമയത്താണ് ഒരു ഭിക്ഷക്കാരനെ പോലെ വസ്ത്രം ധരിച്ച ഒരാൾ അവിടെ വരുന്നത്. അദ്ദേഹം ആ കെട്ടിടത്തിൻ്റെ പടികളൊക്കെ കയറി ഇങ്ങനെ മേളിൽ ചെന്ന് ഈ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ വെച്ച് സംസാരിക്കുന്നുണ്ട്, ഷൗട്ട് ചെയ്യുന്നുണ്ട് പരസ്പരം. എന്നാലും കുറച്ച് സമയം കഴിഞ്ഞപ്പം ഈ പ്രായമായ മനുഷ്യനോടൊപ്പം ആ സൈക്കോളജിസ്റ്റ് താഴേക്ക് വരികയാണ്. താഴെ വന്ന ശേഷം അദ്ദേഹം ആ പ്രായമായ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ ആത്മഹത്യയിൽ തടഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് ശ്രമിച്ചത്, എന്നാൽ ഞാൻ അവിടെ ഒരു കോമ വരയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പുസ്തകം ഒരു വലിയ സംഭവമായി മാറട്ടെ. അത് ഒരു സൈക്കോളജിസ്റ്റ് ആകട്ടെ, ഒരു ബിസിനസ്സുകാരനാകട്ടെ, ആരായാലും ചില സമയങ്ങളിൽ നമ്മൾക്ക് നമ്മുടെ നില തെറ്റാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഈഗോ കൊണ്ടാണ്. ഒരുപക്ഷെ നാളെ ഞാൻ ഒന്നുമില്ലാത്തവനായി മാറിക്കഴിഞ്ഞാൽ എന്നെ ഈ സമൂഹം എങ്ങനെ കാണും എന്നുള്ള ഈഗോ കൊണ്ടാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ജീവിതത്തോടുള്ള ഭയം കൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുനാളത്തെ ഒരു സംഭവം ഓർത്ത് നോക്കി, നമ്മളെല്ലാവരും സൈക്കിള് ചവിട്ടാൻ പഠിച്ചിട്ടുള്ളവരാണ്. നമ്മളങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന സമയത്ത് ആ സൈക്കിൾ നമ്മളോട് മറിഞ്ഞു വീണിട്ടില്ലേ? എന്നിട്ട് നമ്മളത് പിടിച്ചുയർത്തി വീണ്ടും ചവിട്ടി മുന്നോട്ട് പോയിട്ടില്ലേ? അന്നൊന്നും നമുക്ക് ഈഗോ ഇല്ലായിരുന്നല്ല, അല്ലേ? അന്ന് നമുക്ക് ആ സൈക്കിൾ ചവിട്ടാൻ പഠിക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രേരണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴ് നമ്മൾ വളർന്ന് വലുതായപ്പോൾ നമുക്കുള്ളത് ഏറ്റവും കൂടുതൽ ഈഗോ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ മാറിപ്പോകുന്നത്. അതല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അവസരങ്ങളെ നമുക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടാൻ ശ്രമിക്കുക. ഓടാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ ശ്രമിക്കുക. നടക്കാനും കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഇഴയാൻ ശ്രമിക്കുക. എന്തായാലും ലക്ഷ്യം മുന്നോട്ട് തന്നെയായിരിക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും ശുഭദിനം.